റിലേ അടങ്ങിയ ഒരു സർക്യൂട്ട് ബോർഡും സെൻസറും 3 വോൾട്ടിന്റെ ചെറിയ മോട്ടോറുകളും ഒരു ഫാനും ആവശ്യമായ ഫ്ലേവറുകളും ഉണ്ടെങ്കിൽ ഉപകരണം റെഡി. എല്ലാം ഒരു കൂളറിനകത്ത് സെറ്റ് ചെയ്യും. ടിവിയും കൂളറിനകത്ത് സെറ്റ് ചെയ്ത ഉപകരണവും ഒരുമിച്ചാണ് പ്രവർത്തിക്കുക. ടിവി സ്ക്രീനിൽ ദൃശ്യങ്ങൾ മിന്നിമറയുന്നതിനനുസരിച്ച് ഫ്ലേവർ സ്പ്രേ ചെയ്യും. ഇപ്പോൾ റെക്കോർഡ് ചെയ്ത പരിപാടികൾക്കാണ് ഇത് ഉപയോഗിക്കുക. ഭാവിയിൽ തത്സമയ സംപ്രേഷണത്തിന് പറ്റുന്ന രീതിയിൽ സോഫ്റ്റ്വെയർ വികസിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാകേഷ്. ഇപ്പോൾ ഒരു 10-12ഓളം ഫ്ലേവറുകൾ അതിൻ്റെ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കൺട്രോൾ ബോർഡിൽ നിന്ന് പോകുന്ന സിഗ്നലിനനുസരിച്ച് അല്ലെങ്കിൽ ടി വിയിൽ കാണുന്ന വീഡിയോ ഫ്രെയിമിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ മോട്ടോർ ഓണായും സ്പ്രേ ആയിട്ട് സ്മെല്ല് പുറത്തേക്ക് വരുന്നു. പലതരം ഫ്ലേവറുകളുണ്ട്. ഇതിലിപ്പം കൂടുതലായിട്ടും നല്ല അനുഭവം ഇതുമായിട്ട് പോകുന്നത് കുക്കറി ഷോ എല്ലാം കാണുന്ന സമയത്ത് അങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് ഇത് കാണുന്നുണ്ട്. നമുക്കത് ഫുഡ് കഴിക്കുന്ന പോലെ ഒരു അനുഭൂതി ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം അതിൻ്റെ സ്മെല്ല് അതുപോലെ വരും. അതുപോലെ പിന്നെ ഫ്ലവർ ഷോ അതെല്ലാം കാണുന്ന വ്യത്യസ്ത പൂക്കളുടെ മണങ്ങൾ നമുക്ക് നേരിട്ടാണ് ഉപയോഗിക്കുന്നത്. ജ്യൂസുകൾ അങ്ങനെ ധാരാളം ഫ്ലേവറുകൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. സിനിമാ തിയേറ്ററുകളിലും മറ്റും ഈ കണ്ടുപിടുത്തം ഏറെ മാറ്റങ്ങൾക്ക് കാരണമാകും. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ അനുജൻ സിനോഷിന്റെ സഹായവും രാകേഷിന് ലഭിച്ചിട്ടുണ്ട്. ഈ സ്മെൽ ടിവിയുടെ ആശയം ചേട്ടനോട് സംസാരിച്ചപ്പോൾ ഞങ്ങളെ ഇത് ഓട്ടോമാറ്റിക് റെഡി ചെയ്തിട്ട് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റ് തോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ഞാൻ ഡെവലപ്പ് ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫിലിമാണെങ്കിൽ തന്നെ ആ ഫിലിം മുഴുവനായിട്ട് നമുക്ക് ഈ കണ്ടന്റ് റെഡി ചെയ്തിട്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഈ സ്മെല്ലുകളൊക്കെ നമുക്ക് അതിൽ നിന്ന് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റും. റിമോട്ട് അഗ്രികൾച്ചറൽ യൂണിറ്റ്, ഇൻഫ്രാറെഡ് ബോർഡർ സെക്യൂരിറ്റി സിസ്റ്റം തുടങ്ങി നിരവധി കണ്ടുപിടുത്തങ്ങൾ വേറെയും രാകേഷിന്റേതായുണ്ട്. സ്വപ്നയാണ് ഭാര്യ, ഗോവർദ്ധൻ മകനാണ്. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്.